വിഷ്ണുവും അമലും സുഹൃത്തുക്കളാണ്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി ഒരു ചെറിയ ഇടവേളയെടുത്ത് കാട്ടിലേക്കൊരു യാത്ര പോവാൻ അവർ തീരുമാനിച്ചു. അമലിന്റെ ഉറ്റ സുഹൃത്തായ വിഷ്ണുവാണ് ഈ യാത്രയുടെ ആശയം മുന്നോട്ട് വെച്ചത്. കാടിന്റെ ഹൃദയഭാഗത്തിലൂടെ ഒരു യാത്ര. തിരുനെല്ലി ക്ഷേത്രത്തിനപ്പുറം ഒളിഞ്ഞിരിക്കുന്ന വനത്തിന്റെ നിഗൂഢ സൗന്ദര്യം. അതൊരു ഒന്നൊന്നര വൈബായിരിക്കും അമൽ. വിഷ്ണു ആവേശത്തോടെ പറഞ്ഞപ്പോൾ സാഹസിക യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന അമലിന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ക്ഷേത്രദർശനമായിരുന്നില്ല അവരുടെ ലക്ഷ്യം, മറിച്ച് തിരുനെല്ലിയുടെ വശ്യമായ പ്രകൃതി സൗന്ദര്യം അടുത്തറിയുക എന്നതായിരുന്നു. യാത്ര അമലിൻ്റെ കാറിലായിരുന്നു. തൊട്ടിൽപ്പാലം ചുരം കയറി മുകളിലെത്തിയപ്പോൾ ഓരോ കട്ടൻ കുടിക്കാൻ വേണ്ടി അവർ ചായക്കടയുടെ മുന്നിൽ വണ്ടി സൈഡാക്കി. ചെക്ക് പോസ്റ്റ് കടന്നതും തണുപ്പിൻ്റെ കാഠിന്യം കൂടി. ആ കൊടും തണുപ്പിനെ നേരിടാൻ കട്ടൻ്റെ കടുപ്പം മാത്രം പോരായിരുന്നു. ബാഗിൽ കരുതിയിരുന്ന റം അല്പം എടുത്തവർ അകത്താക്കി. മനസ്സിന് ചെറിയൊരു മന്ദതയും ശരീരത്തിന് ഒരുതരം ഊർജ്ജസ്വലതയും ലഭിച്ചപ്പോൾ കാടിൻ്റെ സൗന്ദര്യം ഒന്നുകൂടെ ആസ്വാദ്യമായി. മരങ്ങൾ തിങ്ങി നിറഞ്ഞ പാതകളിലൂടെ ഇരുട്ടിനെ കീറി മുറിച്ച് അമലിൻ്റെ കാർ മുന്നോട്ട് കുതിച്ചു. ഓരോ നിമിഷവും വനത്തിൻ്റെ സൗന്ദര്യം അവരെ വശീകരിച്ചു. ഒടുവിൽ അവർ തിരുനെല്ലിയിലെത്തി. വണ്ടി പാർക്കിങ്ങിൽ വെച്ച് ഇരുവരും പുറത്തിറങ്ങി. അവിടെ ചെന്നതും അമലിനൊരു മനംമാറ്റം. നമുക്ക് അമ്പലത്തിലൊന്ന് കയറിയാലോ? അമൽ വിഷ്ണുവിനോട് ചോദിച്ചു. അമലിൻ്റെ ആ ചോദ്യം കേട്ടതും വിഷ്ണുവിന് വല്ലാത്തൊരു തരം ഞെട്ടലായി. അയ്യോ എടാ, നമ്മൾ മദ്യപിച്ചിട്ടുണ്ടല്ലോ, അമ്പലത്തിൽ കയറാൻ പാടില്ല. അവൻ്റെ ശബ്ദത്തിൽ ഒരു തരം ഭയം കലർന്നിരുന്നു. വിഷ്ണു പറഞ്ഞത് ശരിയാണെന്ന് അമലിന് അറിയാമായിരുന്നെങ്കിലും ഇത്രയും ദൂരം വന്നിട്ട് വെറുതെ തിരിച്ചു പോവാൻ അവൻ്റെ മനസ്സനുവദിച്ചില്ല. എടാ, നമ്മൾ എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, അകത്ത് കയറിയിട്ട് തിരിച്ചു പോവാം. എനിക്കാണ് ഇതിൽ വലിയ വിശ്വാസമൊന്നുമില്ല. നീ ധൈര്യമായി എൻ്റെ കൂടെ വാ, അമൽ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടെ മടിച്ച് വിഷ്ണുവും അമലിൻ്റെ പിന്നാലെ കൂടി. അമ്പലത്തിൻ്റെ ഇടവഴിയിലൂടെ അവർ പാപനാശിനിയിലേക്ക് നടന്നു. അവിടെ കാലും മുഖവും കഴുകി അവർ തിരിച്ചു വന്നു. പ്രതിഷ്ഠയുടെ മുന്നിലൂടെ നടക്കുമ്പോൾ അവിടെ നിറഞ്ഞു നിന്ന ഇരുട്ടിന് എന്തോ ഒരു പ്രത്യേക കടുപ്പ് അമലിന് തോന്നി. സാധാരണ വാചാലനായ വിഷ്ണു ഒരക്ഷരം മിണ്ടാതെ അമലിൻ്റെ പിന്നാലെ നടന്നു. അവിടുത്തെ തണുപ്പ് അവരെ വല്ലാതെ ക്ഷീണിപ്പിച്ചു. ഒരുതരം കുത്തുന്ന തണുപ്പ്. കാർ പാർക്കിങ്ങിലേക്ക് തിരിച്ചെത്തിയപ്പോഴാണ് അമലിൻ്റെ കാലിൽ വല്ലാത്തൊരു തരം ചൊറിച്ചിൽ അനുഭവപ്പെട്ടത്. നോക്കിയപ്പോൾ അതാ അട്ടകൾ കൂട്ടമായി പൊതിഞ്ഞിരുന്നു. ഭയത്തോടെയും അറപ്പോടെയും ചൂടാക്കി അവയെ തട്ടിക്കളഞ്ഞതിന് ശേഷം അവർ കാറിൽ കയറി. വിഷ്ണു ഒന്നും സംസാരിക്കാതെ പിൻസീറ്റിൽ കിടന്നു. അമലിനും വല്ലാത്ത ക്ഷീണമുണ്ടായിരുന്നതുകൊണ്ട് അവൻ മുൻസീറ്റ് താഴ്ത്തി അവിടെയും കിടന്നു. പെട്ടെന്നാണ് അമൽ ഞെട്ടിയുണർന്നത്. ആരോ കാറിൻ്റെ ഗ്ലാസിൽ വന്ന് തട്ടുന്ന ശബ്ദം. ഇരുട്ടിൽ കണ്ണുകൾ ചൂഴ്ന്നു നോക്കിയപ്പോൾ ഒരപരിചിതനായ രൂപം. അമൽ ഡോർ തുറന്നു. കൊടും തണുപ്പ് ഉള്ളിലേക്ക് ഇരച്ചു കയറി. അയാൾ ചോദിച്ചു, ഞങ്ങൾ പാപനാശിനിയിലേക്ക് പോവുകയായിരുന്നു, വഴി തെറ്റിപ്പോയി. ഞങ്ങൾ 2 പേരുണ്ട്, വിരോധമില്ലെങ്കിൽ ഞങ്ങളെ അവിടെയൊന്നു കൊണ്ടാക്കാമോ? അയാൾ ചോദിച്ചു. ഏകദേശം അമലിൻ്റെയും വിഷ്ണുവിൻ്റെയും പ്രായം തോന്നിക്കുന്ന 2 പേർ. അമൽ വിഷ്ണുവിനെ വിളിച്ചുണർത്താൻ നോക്കി. അവൻ നല്ല ഉറക്കത്തിലാണ്. ഞാൻ പോയി വരാം എന്ന് കരുതി അമൽ അവരുടെ കൂടെ നടന്നു. അവരുടെ സംസാരത്തിൽ എന്തൊക്കെയോ നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്നതായി അമലിന് തോന്നി. വനത്തിൻ്റെ ഇരുട്ടിൽ അവരുടെ രൂപങ്ങൾക്കും ഒരുതരം പ്രത്യേകത അവൻ അനുഭവപ്പെട്ടു. പക്ഷേ മദ്യത്തിൻ്റെ ലഹരിയിലായിരുന്നതുകൊണ്ടായിരിക്കണം. അമൽ അതൊന്നും കാര്യമാക്കാതെ അവർക്കൊപ്പം നടന്നു. അങ്ങനെ അവർ പാപനാശിനിയിലെത്തി. അവർ 2 പേരും കുളിക്കാനിറങ്ങി. അമൽ വെള്ളത്തിനടുത്തുള്ള പാറയിൽ അവർക്കായി കാത്തുനിന്നു. ഇരുട്ടിൻ്റെ കട്ടി കൂടി വന്നു. എവിടെ നിന്നോ ഒരുതരം ശീതളമായ കാറ്റ് അമലിനെ പൊതിഞ്ഞു. വെള്ളത്തിലിറങ്ങിയവർ 15 മിനിറ്റായിട്ടും തിരികെ കയറാതെ വന്നപ്പോൾ അമൽ ഫോണിൻ്റെ ലൈറ്റ് ഓൺ ചെയ്ത് വെള്ളത്തിലേക്ക് നോക്കി. അവരെ അവിടെ എങ്ങും കണ്ടില്ല. അമൽ ശരിക്കും പേടിച്ചുപോയി. അവൻ്റെ ശരീരത്തിലൂടെ തണുത്ത എന്തോ ഒന്ന് തുളച്ചു കയറുന്നത് പോലെ തോന്നി. വല്ലാത്തൊരു തരം മരവിപ്പ്. അവൻ ചുറ്റും ഫോണിൻ്റെ വെളിച്ചത്തിൽ അവരെ തിരഞ്ഞു, ഭയത്തോടെ, വിറയലോടെ. പെട്ടെന്ന് ആരോ അമലിൻ്റെ കാലിൽ പിടിച്ച് വെള്ളത്തിലേക്ക് വലിച്ചിട്ടു. ആഴമേറിയ ആ വെള്ളത്തിൽ അവൻ താഴേക്ക് പോയി. കൈയും കാലും ഇട്ടടിച്ചു നോക്കിയിട്ടും അവൻ പൊങ്ങി വന്നില്ല.
അവൻ്റെ കാൽ വെള്ളത്തിനടിയിൽ ആരോ പിടിച്ചു വെച്ചതുപോലെ. വല്ലാത്തൊരു തരം തണുത്ത വഴുവഴുപ്പുള്ള പിടുത്തം. അമൽ വല്ലാതെ ഭയന്നു. ശ്വാസം കിട്ടാതെ പിടഞ്ഞു. മരണം മുന്നിൽ കണ്ട നിമിഷം. പെട്ടെന്ന് കാലിൽ നിന്നുള്ള പിടുത്തം വിട്ടു. അമൽ എങ്ങനെയോ കരയിലേക്ക് കയറി. പേടിച്ച് വിറച്ച് കാറിനടുത്തേക്ക് ഓടി. ഓടുന്ന വഴിക്ക് അവൻ്റെ കാൽ പാറക്കെട്ടിൽ തട്ടി. തണുപ്പായതുകൊണ്ട് നല്ല വേദന അനുഭവപ്പെട്ടു. ഫോൺ കരയിലായിരുന്നതുകൊണ്ട് വെള്ളം കയറിയില്ല. അമൽ വെളിച്ചത്തിൽ കാൽ നോക്കി. അവൻ്റെ തള്ളവിരലിൻ്റെ നഖം പാതി പൊളിഞ്ഞിരുന്നു. അസഹനീയമായ വേദന അവനെ തളർത്തി. അമൽ പെട്ടെന്ന് അവിടെ നിന്ന് ഓടി. പിന്നിൽ അതിഭയാനകമായ ഒരു അലർച്ച മുഴങ്ങി. പേടിച്ച് വിറച്ചോടിയവൻ ഇരുട്ടിൽ മുന്നിലുണ്ടായിരുന്ന മരം കണ്ടില്ല. അതിൽ പോയിടിച്ച് ബോധരഹിതനായവൻ നിലത്തു വീണു. കണ്ണു തുറന്നപ്പോൾ അമൽ കാറിലായിരുന്നു. വിഷ്ണു അപ്പോഴും ഉറങ്ങുന്നുണ്ടായിരുന്നു. തലേരാത്രി നടന്നതൊക്കെ ഒരു ഭീകരമായ സ്വപ്നമായിരുന്നുവെന്ന് അമൽ വിശ്വസിച്ചു. എല്ലാം തൻ്റെ മനസ്സിൻ്റെ തോന്നലായിരിക്കുമെന്ന് ആശ്വസിക്കാൻ അവൻ ശ്രമിച്ചു. എങ്ങനെയെങ്കിലും ഇവിടെ നിന്നൊന്ന് പോയാൽ മതി എന്നായി അമലിന്. അങ്ങനെ അവർ അവിടെ നിന്ന് യാത്ര തിരിക്കാൻ ഒരുങ്ങി. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ആക്സിലറേറ്ററിൽ കാൽ വെച്ചപ്പോൾ വല്ലാത്തൊരുതരം നീറ്റൽ അനുഭവപ്പെട്ടു. അമൽ ഒരു ഞെട്ടലോടെ കാലിലേക്ക് നോക്കി. അവൻ്റെ തള്ളവിരലിൻ്റെ പാതി നഖം പൊളിഞ്ഞ് രക്തം കട്ട പിടിച്ചിരിക്കുന്നു. അവനൊരു മെഴുകുതിരി പോലെ ഉരുകിപ്പോയി. സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുന്നു. വിഷ്ണുവിനോട് കാര്യം പറഞ്ഞപ്പോൾ അവൻ്റെ മുഖത്ത് അവിശ്വാസം നിറഞ്ഞു. അവനത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വീട്ടിലെത്തി മുത്തശ്ശിയോട് തിരുനെല്ലിയെപ്പറ്റിയും പാപനാശിനിയെപ്പറ്റിയും ചോദിച്ചപ്പോഴാണ് അമലിനും അവൻ്റെ അനുഭവത്തിനും ഉത്തരം കിട്ടിയത്. മുത്തശ്ശിയുടെ കണ്ണുകളിൽ ഒരുതരം ഗൗരവം നിർമ്മിച്ചു. അമൽ, തിരുനെല്ലി പാപനാശിനിയിൽ രാത്രിയിൽ ഇറങ്ങരുതെന്ന് പണ്ടുമുതലേ പഴമക്കാർ പറയാറുണ്ട്. അവിടെ ചില സൂക്ഷ്മാശരീരികൾ രാത്രിയിൽ കുളിക്കാൻ എത്താറുണ്ടത്രേ. അവരെ ശല്യം ചെയ്താൽ ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. പ്രത്യേകിച്ചും മദ്യപിച്ച് അശുദ്ധിയോടെ അവിടേക്ക് ചെല്ലുമ്പോൾ. മുത്തശ്ശി പറഞ്ഞു നിർത്തി. മദ്യപിച്ച് അമ്പലത്തിലേക്ക് പ്രവേശിച്ചതും പിന്നീട് രാത്രിയിൽ അജ്ഞാതരെ തേടി പാപനാശിനിയിലേക്ക് പോയതും അമൽ ചെയ്ത തെറ്റായിരുന്നു. ആ യാത്ര അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഭീകരമായ ഒരനുഭവമായി, ഒരു പേടിപ്പിക്കുന്ന ഓർമ്മയായി ഇന്നും മനസ്സിൽ അവശേഷിക്കുന്നു. ആ മുറിവ് അവൻ്റെ കാലിലെ ഒരു അടയാളം മാത്രമല്ല, മനസ്സിലെ ഒരു ഭയത്തിൻ്റെ മുദ്ര കൂടെയാണ്.